ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ സാഹസികമായ അറ്റംപ്റ്റിലോട്ട് കാലെടുത്ത് വെച്ചിട്ടില്ല. വെക്കാൻ എൻ്റെ അമ്മച്ചി സമ്മതിക്കില്ല. ലാസ്റ്റ് ഒരുപാട് കൺവിൻസിങ്ങിന് ശേഷമാണ് ആളൊന്ന് യെസ് പറഞ്ഞത്. അമ്മച്ചിയുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റിനെ ഞാൻ എന്തായാലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഡൗട്ടായിരുന്നു. ഫ്ലോപ്പ് ആവാൻ പാടില്ല, അഭിമാന പ്രശ്നമാണ്. എൻ്റെ പരിചയക്കുറവുകൊണ്ടും ഞാൻ വളരെ സ്ലോ ആയതുകൊണ്ടും 1-2 മണിക്കൂർ എടുത്ത് ഞാൻ അതൊന്ന് ഉണ്ടാക്കി തീർക്കാം. ലാസ്റ്റ് ഗതികെട്ട് ഞാൻ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാന്ന് വരെ യൂട്യൂബിനോട് ചോദിച്ചു. യൂട്യൂബിനെ തെറി വിളിക്കാൻ ബാക്കി. ഞാനിപ്പോൾ 1 വീക്കായിട്ട് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോൾ ഡയറ്റ് ചെയ്താലും എനിക്ക് ക്രേവിങ്സ് വരും. ഷുഗർ ഇഷ്ടമല്ലാത്ത എനിക്ക് ഷുഗർ ക്രേവിങ്സ് വരെ വരും. എന്തായാലും ഈ ബിരിയാണിയുടെ ചരിത്രം ആർക്കെങ്കിലും അറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പേർഷ്യ എന്നാണ് ബിരിയാണി ഇന്ത്യയിലെത്തുന്നത്. പേർഷ്യയിലെ മുഗൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഇതൊരു പ്രധാന വിഭവമായിരുന്നു. ഓരോ രാജാക്കന്മാരും ഓരോ ദേശക്കാരും തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെയാണ് ഇന്നത്തെ കോഴിക്കോടൻ ബിരിയാണി അടക്കമുള്ള വ്യത്യസ്ത രുചികൾ ഉണ്ടായത്. ഹേയ്, ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എവിടേക്ക് എത്തി. പിന്നെ എൻ്റെ ബിരിയാണിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കഴിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് തുറന്നപ്പോൾ ഒരു സ്മെല്ല് വന്നിട്ട് സാറേ. ഇടയ്ക്കൊരു ഗസ്റ്റ് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവനാണ് ഇവൻ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.